ടൈം എത്ര വരെ 8:30, 9:15 or 9:30. പാസ്റ്ററിന്റെ പരിശുദ്ധാത്മാവ് നയിക്കണ മാതിരി. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. എന്നെ നടത്തും ആ പൊന്നോക്കാരനോ ഓരോ നാളിൽ അത് കൂടിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നോക്കാരനോ ഓരോ നാളിൽ അത് കൂടിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു നാളിലുണ്ട്. ഓരോ നാളും സ്വന്തമായില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാലിലുണ്ട്. ഓരോ നാളും സ്വന്തമായില്ല. ഹല്ലേ ഹല്ലേലൂയ പാടി ആദുജമനം നടത്തിയ ഹല്ലേ ഹല്ലേലൂയ പാടി സ്തോത്രം. പ്രിയ പിതാവേ, ഈ നല്ലൊരു കൂട്ടായ്മ ഈ ഗൂഗിൾ മീറ്റിങ്ങിലൂടെ പരിശുദ്ധയാത്മാവ് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ആത്മീക വർധനവിന് ഞങ്ങൾ കൂടിയ മീറ്റിംഗ് അവിടുന്ന് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, ഇതിൽ പങ്കെടുത്ത ഓരോ വ്യക്തികൾക്കും ഹല്ലേലൂയ പരിശുദ്ധയാത്മാവിന്റെ നിറവ്, ദൈവിക ശബ്ദം, ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ വഴികൾ കർത്താവെ തിരിച്ചറിയത്തക്ക നിലവാരത്തിൽ പരിശുദ്ധയാത്മാവ് അവിടുന്ന് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റാബാല ദുരമാസേരി ബൽബറാക്കേരിയ ശേഖരേരിയ നാംബ്രാക്കേരിയ നാംബ്രഹോഷേരി. ഒരു നിമിഷം സ്തോത്ര ഈ മീറ്റിംഗിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളും ഒന്നാത്മാവിൽ പരിശുദ്ധയാത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ 1-2 മിനിറ്റുകളിൽ അന്യഭാഷകളിൽ നമുക്ക് ദൈവത്തോട് സംസാരിക്കാം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു, തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. 1-2 മിനിറ്റുകളിൽ നമ്മൾ ഇരിക്കുന്ന ഇടത്ത് അന്യഭാഷയിൽ ലാബ്രാക്കേരി ലീബ്രക്കേരിയ ചാബ്രക്കേരിയ ലാബ്രക്കാരിയ Libriteria, Chabra Atalama, Raboka Teria, Libriteria, Sembra Hatala, Judara, Palabaraga Sakeria, Lubra Hatala Maraka, Sakeria, Libre Heshekeria, Lubra Hatala Maraka, Sageria, Judabala, Judabala, Jirabala, Blengara Hasekeri, Libre Heteria, Ura Baba Baba Baba, Raka Mama Mama, Judara Baba, Idrigal Sartava, Ishida Namatil Mari Pogan. വലിയ ആത്മീയ സാന്നിധ്യം, വലിയ ആത്മ സാന്നിധ്യം ചലിക്കട്ടെ കർത്താവ്. സ്തോത്രം. വചനത്തിൽ ദൈവിക ശക്തി വെളിപ്പെടട്ടെ, അഭിഷേകം കർത്താവ് വ്യാപരിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങളെ പരിശുദ്ധയാത്മാവ് സകലം നിയന്ത്രിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. എല്ലാവർക്കും എന്റെ ശബ്ദം കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ. പരിശുദ്ധയാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു ദൈവാലോചന പങ്കുവെച്ച് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിൽ പരിശുദ്ധയാത്മാവ് എനിക്ക് നൽകിയ ദൂത് നിങ്ങളോട് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഇപ്രകാരം പറഞ്ഞു: എഫെസോസിലെ സഭയുടെ ദൂതനെ എഴുതുക, 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചും കൊണ്ട് 7 പൊന്നില വിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ പരീക്ഷിച്ചു കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു.
Praise the Lord. ഈ എഫെസോസ് സഭയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിനാണ് എഫെസോസ് സഭയുടെ ചരിത്രത്തെ അവിടെ വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലനിലൂടെ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ എഫെസോസ് സഭ എന്ന് പറയുന്നത്. ഞാനൊരു ചെറിയൊരു ചരിത്രം അതിൽ നിന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ ഇപ്രകാരം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിന്റെ വേലയിൽ വ്യാപൃതനായ ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്ലീഹ. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം ഇപ്രകാരം പറയുന്നു: അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു. ഈ എഫെസോസ് പട്ടണം വളരെ സാംസ്കാരികമായി ഉന്നമനത്തിൽ നിന്ന ഒരു പട്ടണമാണ്. അന്ന് പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അത്ഭുതം ആ പട്ടണത്തിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അർത്തമിസ് ദേവി എന്ന് പറയുന്ന ഒരു വിഗ്രഹം ആ ദേശത്തുണ്ടായിരുന്നു. എന്നാൽ ആ മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ആ ഇരുണ്ട പ്രദേശത്തിലാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അവിടെ ഇറങ്ങിച്ചെല്ലുന്നത് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അവിടെ കുറച്ച് ശിഷ്യന്മാരെ കണ്ടു. ശിഷ്യന്മാരോട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിച്ചു. എന്നാൽ പൗലോസിന്റെ ചോദ്യത്തിന് അവർ നൽകിയ മറുപടി പരിശുദ്ധാത്മാവ് എന്തെന്ന് പോലും അറിയത്തില്ല. എന്നാൽ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു എന്ന് പൗലോസ് ചോദിച്ചു. അത് സ്നാപക യോഹന്നാന്റെ മാനസാന്തര സ്നാനം എന്ന് പറഞ്ഞു. എന്നാൽ സ്നാപക യോഹന്നാന് ശേഷം യേശു പഠിപ്പിച്ച ഒരു സ്നാനമുണ്ട്. അത് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കണമെന്ന് പറഞ്ഞു. പൗലോസിന്റെ വാക്കുകൾ അന്ന് എഫെസോസിൽ ഉണ്ടായിരുന്ന 12 ശിഷ്യന്മാരും അവിടെ സ്നാപക യോഹന്നാന്റെ 12 ശിഷ്യന്മാരും കർത്താവ് യേശുക്രിസ്തു പഠിപ്പിച്ച സ്നാനമേൽക്കുകയും പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയുകയും അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു എന്ന് അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ഞാൻ പ്രാരംഭത്തിൽ ഒന്ന് പറയട്ടെ, ഞാൻ ജഡത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ദൂതുകൾ കൈമാറുമ്പോൾ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിറവ് വെളിപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അന്യഭാഷകൾ ചേഞ്ച് ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ വചനത്തിന്റെ മുമ്പാകെ തുറന്ന മനസ്സോടെ നിർമ്മല മനസാക്ഷിയോടെ ഈ വചനം നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് ഭയങ്കരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഇടയായി തീരും. സ്തോത്രം. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ദൈവിക വെളിപ്പാടുകൾ ആ ശിഷ്യന്മാർ അംഗീകരിച്ചപ്പോൾ, അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ആത്മപകർച്ച അവിടെ വെളിപ്പെട്ടതായി കാണുവാൻ സാധിക്കും. ഇന്നും ആ ആത്മപകർച്ച ഇന്ന് ഈ ഗൂഗിൾ മീറ്റിലൂടെ ഇരിക്കുന്ന നമ്മുടെ മേലും വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവം ശക്തനെന്ന് നമ്മൾ മറന്നു പോകരുത്. കാരാഗ്രഹത്തിലും കാനായിലെ കല്യാണ വീട്ടിലും ഒരേപോലെ ദൈവമഹത്വത്തെ വെളിപ്പെടുത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ പൗലോസ് തന്നെ ഇപ്രകാരം പറയുന്നു: മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കുക. പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ഇടപെടുകയാണ്. ഇന്നലകളിൽ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ പകർന്ന ഒരു അഭിഷേകമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പകർന്ന ദൈവിക വെളിപ്പാടുകളുണ്ട്. അതിനെ ഈ ദിവസങ്ങളിൽ ജ്വലിപ്പിക്കണമെന്ന് ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. മടുത്തു പോകരുത്, തളർന്നു പോകരുത്. ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിൽ നീ തളർന്നു പോയെന്ന് വിചാരിച്ചേക്കാം. എന്നെ സഹായിക്കുവാൻ ആരുമില്ല എന്ന് നിനക്ക് തോന്നിയേക്കാം. എന്നാൽ ഇന്ന് നമ്മൾ വായിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ സ്തോത്രം, ആരാലും ഉപേക്ഷിക്കപ്പെട്ട് പത്മോസിന്റെ ഏകാന്തതയിൽ വലിച്ചെറിഞ്ഞ യോഹന്നാൻ അപ്പോസ്തലന് കിട്ടിയ വെളിപ്പാട് ഇന്നും എൽക്കാലത്തുമുള്ള ദൈവസഭയ്ക്ക് ഒരു ആത്മീക വർധനവും ഒരു പ്രചോദനമായി നിൽക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ ജീവിതത്തിൽ വന്ന തകർച്ചകളും നിന്റെ ജീവിതത്തിൽ വന്ന നിന്ദകളും പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും ഏകാന്തതകളും
വരുന്ന തലമുറകൾക്ക് കൈമാറേണ്ട ദൈവിക ദൂതന്റെ കലവറയാക്കി മാറ്റി തീർക്കുവാൻ എന്റെ ദൈവം ശക്തനെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം, കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം. പരിശുദ്ധയാത്മാവ് നൽകിയ ദർശനങ്ങളെ ജ്വലിപ്പിക്കണം, വെളിപ്പാടുകളെ ജ്വലിപ്പിക്കണം, ദൈവം തന്ന ശുശ്രൂഷകളെ ജ്വലിപ്പിക്കണം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. പരിശുദ്ധയാത്മാവ് നൽകിയ ദൂത് ഞാൻ കൈമാറി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എഫെസോസ് സഭ എന്ന് പറയുന്നത് അവിടെ മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് പരിശുദ്ധയാത്മാവിന്റെ നിയോഗപ്രകാരം പൗലോസ് അവിടെ ചെന്ന് കാൽ ചവിട്ടുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. പ്രിയ ദൈവ പൈതലെ, നീ ചവിട്ടുന്ന ഇടം മ്ലേച്ഛതയുള്ള ഇടമെങ്കിലും നിന്റെ കാൽവെപ്പിനാൽ പരിശുദ്ധയാത്മാവിന്റെ പ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവം ശക്തനാണ്. ഇരുട്ടിന്റെ മണ്ഡലമായിക്കൊള്ളട്ടെ, ദുരാചാരങ്ങളും അനാചാരങ്ങളും ദൈവഹിതമില്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞ പട്ടണമായിക്കൊള്ളട്ടെ, ഏത് പട്ടണത്തിലും ദൈവ മനുഷ്യന്റെ കാൽ ചവിട്ടുമ്പോൾ, ദൈവമക്കളുടെ കാൽ ചവിട്ടുമ്പോൾ അവിടെ ഒരു അഭിഷേകവും അധികാരവും വെളിപ്പെടും. പിശാചിന്റെ തന്ത്രങ്ങളും പിശാചിന്റെ വെല്ലുവിളികളും അവിടെ ഉടഞ്ഞു പോകുവാൻ ഇടയായിത്തീരുമെന്ന് ഈ എഫെസോസ് സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അതേപോലെ തന്നെ കൊരിന്ത് പട്ടണത്തിലും അപ്പോസ്തലനായ പൗലോസ് ലീഗ കാൽ ചവിട്ടിയത്, ആ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കൊരിന്ത് ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിലെ ബോംബെ എന്ന് പറയുന്ന നഗരം പോലെ മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞ ഒരു നഗരമായിരുന്നു സ്തോത്രം കൊരിന്ത് എന്ന് പറയുന്നത്. ആ കൊരിന്ത് പട്ടണത്തിൽ പൗലോസ് അപ്പോസ്തലൻ കാൽ ചവിട്ടിയപ്പോൾ ദൈവത്തിന്റെ അസാധാരണമായ ദൈവപ്രവർത്തികളും വീര്യപ്രവർത്തികളും ഇടയായി തീർന്നു എന്ന് പരിശുദ്ധയാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനിന്ന് ആത്മാവിൽ, പരിശുദ്ധയാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, പ്രായം ദൈവത്തിനൊരു വിഷയമല്ല, സമയം ദൈവത്തിനൊരു വിഷയമല്ല, കാലഗതികൾ ദൈവത്തിനൊരു വിഷയമല്ല. സമർപ്പിക്കപ്പെട്ട ഒരുക്കമുള്ളൊരു ഹൃദയം അതിന് ദൈവത്തിന്റെ മുമ്പാകെ ഉണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉപയോഗിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് മുഖാന്തരം ദൈവം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിച്ചു. പൗലോസ് മുഖാന്തരം ദൈവം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിച്ചു. ഇന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത നിങ്ങളിലൂടെയും അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് ഈ ദൂത് പറഞ്ഞാൽ ആര് ഏറ്റെടുക്കും? സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് അതിശയം തോന്നും. പൗലോസിന്റെ റൂമാലിലൂടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നതായി കാണുവാൻ സാധിക്കുന്നു. മരിച്ചുപോയ യൂത്തിക്കോസിനെ ജീവനുള്ളവനായി പുറത്തു കൊണ്ടുവന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഏത് അവസ്ഥയിലും നമ്മൾ ആയിരുന്നാലും നമ്മുടെ പ്രായ വിഷയമല്ല. സ്തോത്രം, നമുക്ക് ജ്ഞാനമില്ലല്ലോ, പഠിപ്പില്ലല്ലോ, സ്തോത്രം, എനിക്ക് ദൈവവേല ചെയ്യുവാൻ സാമ്പത്തികമില്ലല്ലോ എന്നൊന്നും ഭാരപ്പെടേണ്ട. ഒരുക്കമുള്ളൊരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ പരിശുദ്ധയാത്മാവ് ഈ കാലഘട്ടത്തിൽ ദൈവം തന്നെ ശക്തമായി ഉപയോഗിക്കുമെന്ന് ആത്മാവ് ഇടപെടുന്നു. യോവേൽ പ്രവചന പുസ്തകത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുന്ന പരിശുദ്ധയാത്മാവ്, പച്ചപ്പുഴുവും തുള്ളനും വെട്ടുക്കിളിയും ഇന്ന് ശേഷിപ്പിച്ച സംവത്സരങ്ങൾക്ക് ഞാൻ ഇരട്ടി പകരം നൽകും. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു? ഞാൻ നിനക്ക് ഇരട്ടി പകരം നൽകും എന്ന് പറഞ്ഞാൽ, സ്തോത്രം, നിന്റെ ജീവിതം, നിന്റെ ആയുസ്, നിന്റെ സമയം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം ഇങ്ങനെ മാത്രമാണ്: 100 വർഷം കൊണ്ട് ഒരാൾ പ്രവർത്തിച്ചത്, സ്തോത്രം, ദൈവം 10 സെക്കൻഡ് കൊണ്ട് പരിശുദ്ധാത്മാവിൽ നിന്നിലൂടെ ചെയ്തെടുക്കും എന്ന് പറഞ്ഞാൽ 25 വർഷം കൊണ്ട് ഒരാൾ ശുശ്രൂഷിച്ച, കെട്ടിപ്പടുത്തെടുത്ത ശുശ്രൂഷകൾ ദൈവത്തിന്റെ ആത്മാവ് 25 സെക്കൻഡ് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്നിലൂടെ ചെയ്തെടുക്കുവാൻ കഴിയുമെന്ന് ആത്മാവ് ഉറപ്പു തരുന്നു. സ്തോത്രം. നഷ്ടപ്പെട്ട സമയം, നഷ്ടപ്പെട്ട ആരോഗ്യം, നഷ്ടപ്പെട്ട സമ്പത്ത്, നഷ്ടപ്പെട്ടു പോയ ബിസിനസ്, നഷ്ടപ്പെട്ടു പോയ സമാധാനം, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം, നഷ്ടപ്പെട്ടു പോയ വെളിപ്പാടുകൾ പരിശുദ്ധയാത്മാവ് ഈ കാലഘട്ടങ്ങളിൽ നിനക്ക് മടക്കി നൽകുന്ന ദിവസങ്ങളാണെന്ന് ആത്മാവ് പരിശുദ്ധയാത്മാവിന്റെ നിറവോട് പ്രവചിച്ചു പറയുന്നു. ഓ രബല ചുടരം തലമറക സനാതനം ദലം ദലം ലേബ്രകേരിയ ശബല ചുടരം തലമറക സനാതനം ദലം. നീ ഒരാൾ മതി ദൈവത്തിന്റെ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ. നീ ഒരാൾ മതി ഈ ഭൂലോകത്തെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുവാൻ. നീ ഒരാൾ മതി പട്ടണത്തെ പിടിച്ചെടുക്കുവാൻ. ഹല്ലേലൂയ, ആമേൻ. താങ്ക് യു ജീസസ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, നമ്മൾ വായിച്ച ആ കുറുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, സ്തോത്രം, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിച്ചുകൂടാത്തതും ഒക്കെ അറിയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ
ഈ കർത്തൃദാസി എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചപ്പോൾ സ്തോത്രം, ആത്മാവ് എന്റെ ഉള്ളിൽ ഇടപെട്ട വചനമാണ്. സ്തോത്രം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. പ്രിയ സിസ്റ്റർ എന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വാക്ക് ഇപ്രകാരം പറഞ്ഞു, പരിശുദ്ധയാത്മാവ് ഈ ദിവസങ്ങളിൽ സ്തോത്രം എനിക്ക് നൽകിയ ദൂത് ഇങ്ങനെയാണ്. സ്തോത്രം, അത് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ദേവദാസ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു, നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിലൂടെ ഇടപെട്ടു എന്ന് പ്രിയ ദേവദാസി പ്രാർത്ഥനയിലൂടെ പറഞ്ഞ് ഞാൻ കേട്ടു. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഉറപ്പിക്കുന്നു. ഇത് ദൈവിക ശബ്ദമാണ്, നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഒരു ചെറു വിരൽ അനക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അതിന് പ്രതിഫലം തരുന്നു എന്ന് പരിശുദ്ധയാത്മാവ് ഉറപ്പിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ നാമം നിമിത്തം ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്തോത്രം, ആ വെള്ളത്തിനും ദൈവം പ്രതിഫലം തരും. ആത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം, എബ്രായർക്ക് ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. തിരുനാമത്തെ സ്നേഹിച്ച് അവന് ചെയ്തതൊക്കെയും മറന്നു കളയുവാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. സ്തോത്രം, ആത്മാവ് ഇടപെടുന്നു. കഴിഞ്ഞ നാളുകൾ ദൈവത്തിന് വേണ്ടി നിങ്ങൾ കൊടുത്ത ആരോഗ്യം, നിങ്ങൾ കൊടുത്ത സമയം, സ്തോത്രം, ഹല്ലേലൂയ, എന്തുമായിക്കൊള്ളട്ടെ, അതൊക്കെ പരിശുദ്ധയാത്മാവ് ഈ ദിവസങ്ങളിൽ അക്കമിട്ട് ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രതിഫലം തരുവാൻ അവന്റെ പക്കൽ പുരാതനമായ സമ്പത്തും അവന്റെ പക്കൽ പുരാതനമായ ബഹുമതികളും ഉണ്ട് എന്ന് പരിശുദ്ധയാത്മാവ് ഇന്ന് ഇടപെടുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മൊർദെഖായിക്കെതിരെ ഹാമാൻ എത്ര വലിയ കഴുകുമരം ഒരുക്കിയാലും സ്തോത്രം, ഹല്ലേലൂയ, മൊർദെഖായിയെ മാനിക്കുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെങ്കിൽ ദൈവം അത് ചെയ്തെടുക്കുക തന്നെ ചെയ്യും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നമ്മളെ മാനിക്കും. ദൈവം നമ്മുടെ പ്രവൃത്തി അറിയുന്നു. ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങളെ എല്ലാം അവൻ അനുകൂലമാക്കുന്ന ദിവസങ്ങളാണ്. ഇവിടെ പറയുന്നു, ദൈവം നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചും കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. സ്തോത്രം, ഇന്ന് ആത്മാവ് നൽകുന്ന ദൂത് ദൈവം നിങ്ങളെ അറിയുന്നു. ഗലാത്യർക്ക് ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ അറിവ് ഭയങ്കരമാണ്. റോമർക്ക് ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, മുന്നേമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ലോക സ്ഥാപനത്തിന് മുന്നമേ അവൻ നമ്മെ മുൻനിയമിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ലോക സ്ഥാപനത്തിന് മുന്നമേ അവൻ നമ്മെ മുൻനിയമിച്ചു. അവൻ നമ്മെ വിളിച്ചു, വിളിച്ച നമ്മെ നീതീകരിച്ചു, നീതീകരിച്ച നമ്മെ തേജസ്കരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മെ തേജസ് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. സ്തോത്രം, പ്രാരംഭത്തിൽ ദൈവദാസൻ ശുശ്രൂഷിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ആദാമിനെ ഹവ്വയെയും കുറിച്ച് തേജസ് കൊണ്ട് അവരെ പൊതിഞ്ഞിരുന്നു എന്ന്. സ്തോത്രം, ഞാനൊന്ന് പറയട്ടെ, ആ ദൈവം നമുക്ക് ആ ദൈവിക തേജസ് ക്രിസ്തുവിലൂടെ മടക്കി നൽകിയിരിക്കുന്നു. അതെങ്ങനെയാണ് മടക്കി നൽകിയത്? ക്രിസ്തുവിനെ സ്വീകരിച്ചത് മുഖാന്തരം, അവന്റെ കൽപ്പനയാകുന്ന ജ്ഞാനം സ്വീകരിച്ചത് മുഖാന്തരം. കൊലോസ്യർക്ക് ലേഖനം ഇപ്രകാരം പറയുന്ന, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ആത്മാവ് ഇടപെടുന്നു. നിന്നെ ദൈവം മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിന്റെ കണ്ണുകളെ ദൈവം മഹത്വം കൊണ്ട് നിറച്ചിരിക്കുന്നു. നിന്റെ കൈ വിരലുകളെ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറച്ചിരിക്കുന്നു. നിന്റെ തലമുടി വരെ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറച്ചിരിക്കുന്നു. നിന്റെ നാവിൽ നിന്ന് വെളിപ്പെടുന്ന ശബ്ദം ഒക്കെയും ദൈവം മഹത്വം കൊണ്ട് നിറച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധയാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഞാനൊന്ന് ചോദിക്കട്ടെ, മോശയ്ക്ക് എന്ത് ചെയ്യുവാൻ പറ്റും ഫറവോന്റെ മുമ്പാകെ? മോശയുടെ കൈബലം കൊണ്ട് ഒന്നും ഫറവോനെ ചലിപ്പിക്കുവാൻ പറ്റത്തില്ല. വിക്കനായ മോശയെ കൊണ്ട് എന്ത് ചെയ്യുവാൻ പറ്റും? നിന്റെ നാവോട് ഞാൻ ഇരിക്കുമെന്ന് മോശയ്ക്ക് ദൈവം വാഗ്ദത്തം കൊടുത്തു. സ്തോത്രം, മഹത്വത്തിന്റെ ദൈവം സ്തോത്രം മോശയുടെ നാവിനെ മഹത്വവൽക്കരിച്ചു. മോശയുടെ നാവിനെ മാത്രമാണ് മഹത്വവൽക്കരിച്ചത്.
എന്നാൽ പുതിയ നിയമ വിശ്വാസത്തെ നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ പറയുന്നത് വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഇരിക്കുന്നു. സ്തോത്രം. Hallelujah. Amen. Thank you, Jesus. നിന്റെ ജീവിതത്തിന്റെ പൊസിഷൻ ചേഞ്ച് ആകുന്നു. നിന്റെ ശബ്ദം ചേഞ്ച് ആകുന്നു. നിന്റെ ശബ്ദം അധികാരത്തിന്റെ ശബ്ദമായി ചേഞ്ച് ആകുന്നു. നിന്റെ സ്പർശനം ഹല്ലേലൂയ അധികാരത്തിന്റെ സ്പർശനമാകും. നിന്റെ സ്പർശനം അധികാരം വെളിപ്പെടും. നമ്മൾ കേട്ടത് പോലെ ഊമനും വിക്കനുമായ ഒരു ചെകിടനെ പുറത്തു കൊണ്ടുപോയി കൈയിട്ടു. നിന്റെ കൈ വിരലുകളിലും ദൈവത്തിന്റെ മഹത്വത്തെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തും. നീ രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യങ്ങൾ വെളിപ്പെടും. ആത്മാവ് ഇതിനകത്ത് ശക്തമായി ഇടപെടുകയാണ്. ചില രോഗസൗഖ്യങ്ങൾ പുറത്താക്കുന്ന ദൈവിക അധികാരങ്ങൾ പരിശുദ്ധാത്മാവ് ഈ കരങ്ങളിലൂടെ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത നിങ്ങളിലൂടെ ഒരു അധികാരത്തിന്റെ കൈമാറ്റത്തെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. Ridi biridi kala tu rasika baba ritara la bara shika baba ritiko rasika mama uridi bikere ke shika mama ritiko rasika baba ritara la ba uridi biridi gele shika mama ritiko rasika baba ritere di karasia uridi bikala sika baba ritiko rasika baba ritara la ba uri mala ba shantara la ba shandare kartave we lift up your name Jesus daddy. Oh, let Jesus name be glorified, let Jesus name be glorified. Uri mala ba Shandara, we overcome, hallelujah, everything by the blood of Jesus. Oh, blood of Jesus, hallelujah. We take victory, hallelujah, with the blood of Jesus, hallelujah. Rimala baralaba, Uridi bike shika mama, Rito radu karasika baba, Dalaralaba, Shiko ladi karasika baba, Riti keresia baba baba, Uridi bike shika. Thank you, Jesus. Thank you, Holy Spirit. കട്ടായി പോയി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവന്റെ മഹത്വം നമ്മുടെ മേൽ നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ അധികാരം ആത്മാവ് നൽകിയത് നിങ്ങളുടെ അധികാരം ചേഞ്ച് ആകുന്നു. നിങ്ങളുടെ പൊസിഷൻ ചേഞ്ച് ആകുന്നു. സ്തോത്രം. ഇടപെടുന്നു. നിന്റെ പൊസിഷൻ ചേഞ്ച് ആകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം യേഹൂവിനെ ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ സ്തോത്രം അവൻ തന്റെ കൂട്ടുകാരന്മാരുടെ നടുവിൽ അവൻ ഇരുന്നു. സ്തോത്രം. ഒരു പ്രവാചക ശിഷ്യൻ വന്നു യേഹൂവിനെ അകത്ത് ഉള്ളറയ്ക്കകത്ത് കൊണ്ടുപോയി അഭിഷേകം ചെയ്തു. സ്തോത്രം. അഭിഷേകം ചെയ്ത യേഹൂ പുറത്തു വന്നപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ചോദിച്ചു, ഈ ഭ്രാന്തൻ എന്തിനാണ് വന്നത്? നിന്നോട് എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ സ്തോത്രം തൊട്ട് മുമ്പിലത്തെ സെക്കൻഡ് വരെ കൂട്ടുകാരോട് നിന്ന് സംസാരിച്ച യേഹൂ പറഞ്ഞു, അവൻ എന്നെ രാജാവായി ക്ഷണത്തിൽ സ്തോത്രം അവരുടെ വസ്ത്രം പോലെ സ്തോത്രം നിലത്തിട്ടു. യേഹൂ രാജാവായി തൊട്ട് മുമ്പത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്തോത്രം കൂട്ടുകാരുടെ ഇടയിൽ നിന്ന ഒരു പൊസിഷൻ. എന്നാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് യേഹൂവിനെ രാജാവായി അഭിഷേകം ചെയ്ത് പൊസിഷൻ ചേഞ്ച് ആക്കിയതുപോലെ ആത്മാവ് ഇടപെടുന്നു. നിന്റെ പൊസിഷൻ പരിശുദ്ധ ചേഞ്ച് ആക്കുന്നു. ശുശ്രൂഷയിൽ നിന്റെ പൊസിഷൻ ചേഞ്ച് ആകുന്നു. ബിസിനസ്സിൽ നിന്റെ പൊസിഷൻ ചേഞ്ച് ആകുന്നു. ആരോട് ആത്മാവ് ഇടപെടുന്നു. നിന്റെ പൊസിഷൻ ചേഞ്ച് ആകുന്നു. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് പുറക്കുന്നതിന് മുന്നമേ നിന്റെ പൊസിഷൻ പരിശുദ്ധ ആത്മാവ് ഈ ദിവസങ്ങളിൽ ചേഞ്ച് ആക്കുന്നു. ആത്മാവ് ഇടപെടുകയാണ്. കൂട്ടുകാരുടെ ഇടയിലിരിക്കുന്ന പൊസിഷൻ അല്ല യേഹൂവിനുള്ളത്. അവൻ യേഹൂ പടനായകനായി പടനായകനിൽ നിന്ന് സ്തോത്രം രാജാവാക്കി മാറ്റിയ ഒരു പൊസിഷൻ നൽകിയതുപോലെ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ യഹൂദനെങ്കിൽ ഹാമാനെ നീ പോക്കും. അവൻ യഹൂദനെങ്കിൽ ഹാമാനെ നീ പോക്കും. യഹൂദന്റെ പ്രത്യേകത അവൻ ഉപവസിക്കുന്നവനാണ്, അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം സ്തോത്രം മോർദെഖായി സ്തോത്രം പ്രാർത്ഥിച്ചു, ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു. സ്തോത്രം. അത് മോർദെഖായിക്ക് മാത്രം വിടുതലായിത്തീർന്നില്ല. മോർദെഖായിയോട് ചേർന്നിരുന്ന
തന്റെ Amen. Amen. അനുഗ്രഹമായതുപോലെ ആത്മാവ് ഇടപെടുന്നു. നിന്റെ പ്രാർത്ഥനയും നിന്റെ ഉപവാസവും നിന്റെ കൈയടിയും നിന്റെ അന്യഭാഷയും നമ്മുടെ രാജ്യത്തിന് ഒരു വിടുതലായി മാറുവാൻ വേണ്ടി പോകുന്നു. നമ്മുടെ രാജ്യത്തിന് ഒരു വിടുതലായി പൗലോസിന്റെ കൂടെ യാത്ര ചെയ്ത ഹല്ലേലൂയ സ്തോത്രം. ആ കപ്പൽ ഛേദത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചു. സ്തോത്രം. പൗലോസിനോട് മനുഷ്യ ഇടപെട്ടു. ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആരുടെ ജീവനം ഹാനി വരത്തില്ല. പക്ഷെ കപ്പലിൽ എന്തെങ്കിലും സംഭവിച്ചേക്കാം. പക്ഷെ കപ്പലിൽ യാത്ര ചെയ്യുന്ന പ്രാർത്ഥനയും നിങ്ങളുടെ ഉപവാസവും നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ അഭയാചനയും രാജ്യത്തിന് ഒരു വിടുതലായി മാറുവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ താമസിക്കുന്ന സൊസൈറ്റിക്കകത്ത് വിടുതലായി വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ ഇടങ്ങളിൽ ഒരു ദൈവിക വിടുതലായി തീരുവാൻ വേണ്ടി പോകുന്നു. ആർക്കും ഒരു ദോഷവും സംഭവിക്കത്തില്ല. ചില മരണത്തിന്റെ സ്പിരിറ്റുകൾ പരിശുദ്ധയാത്മാവ് ബ്രേക്ക് ചെയ്യുന്നു. നഷ്ടബോധം കൊണ്ട് പലപ്പോഴും മനസ്സിനെ മടുപ്പിക്കുന്ന ആരോ ഈ ശബ്ദം കേൾക്കുകയാണ്. ആ നഷ്ടബോധത്തെ പരിശുദ്ധയാത്മാവ് ബ്രേക്ക് ചെയ്യുന്നു. നിനക്കൊരു ദോഷവും സംഭവിക്കത്തില്ല. പൗലോസും ശീലാസും കർത്താവിന്റെ നാമത്തെ സുവിശേഷിച്ചത് മുഖാന്തരം, കർത്താവിന്റെ നാമത്തെ അറിയിച്ചത് മുഖാന്തരം അവരെ അടിച്ചു. സ്തോത്രം. ആ വെളിച്ചപ്പാടത്തിയുടെ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ അവിടെ കൂടി വന്ന ന്യായാധിക സംഘങ്ങൾ പൗലോസിനെയും ശീലാസിനെ അടിച്ചു. അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു, കോൽ കൊണ്ട് അടിച്ചു. അവർ അർദ്ധനഗ്നരായി അവർ കാരാഗ്രഹത്തിൽ ചെന്ന് ഇരുന്നു. സ്തോത്രം. അവർ പിറുപിറുത്തില്ല. അവർ പാടുവാൻ തുടങ്ങി, അവർ സ്തുതിക്കുവാൻ തുടങ്ങി, അവർ ആരാധിക്കുവാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. അവർ പാടുവാനും സ്തുതിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങിയപ്പോൾ കയ്യിലെ ബന്ധനമഴിഞ്ഞു, കാലിലെ ആമങ്ങൾ പൊട്ടിപ്പോയി. അവിടെ ഭയങ്കരമായ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ടതായി പരിശുദ്ധയാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന ആശയം സ്തോത്രം. അവിടെ പറഞ്ഞ ഒരു ദൂതിങ്ങനെയാണ്. സ്തോത്രം. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. സ്തോത്രം. ചങ്ങലക്കാർ ഓടിപ്പൊയ്ക്കളഞ്ഞു എന്ന് അവൻ തന്നെ കൊല്ലുവാൻ വേണ്ടി പൗലോസ് പറഞ്ഞു, അരുത്, നിനക്ക് സംഭവിക്കരുത്. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. പരിശുദ്ധയാത്മാവ് ഇടപെടുന്നു. ഞങ്ങൾ ഈ ഗൂഗിൾ മീറ്റിങ്ങിലുള്ള ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇന്ത്യക്ക് ഒരു ദോഷം വരരുത്. ഇന്ത്യക്കകത്തുള്ള ആത്മാക്കൾക്ക് ദോഷം വരരുത്. ഞങ്ങൾ ഇവിടെ ഉണ്ട്. യേശു പറഞ്ഞതുപോലെ ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സുവിശേഷം അറിയിച്ച് ദൈവരാജ്യം പ്രസംഗിച്ച് ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് ആ കുറുക്കനോട് പോയി പറയാം. ഞങ്ങൾ ഇവിടെയുണ്ട്. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന അമ്മമാർ ഇവിടെയുണ്ട്. പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരുണ്ട്. പ്രാർത്ഥിക്കുന്ന സഹോദരിമാരുണ്ട്. ഇന്ത്യക്കൊരു ദോഷം വരത്തില്ല. ഞങ്ങളുടെ ബന്ധുജനങ്ങൾ രക്ഷിക്കപ്പെടാതിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ ആത്മാക്കൾക്ക് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ചില മരണ ഭയങ്ങളെ പരിശുദ്ധയാത്മാവ് പുറത്താക്കുകയാണ്. ഒരു ഇന്നർ ഹീലിംഗ് പരിശുദ്ധയാത്മാവ് ഇതിനകത്ത് പകരുകയാണ്. ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ഈ ഗൂഗിൾ മീറ്റിംഗ് ഒരു ചരിത്രമായി മാറുവാൻ വേണ്ടി പോകുന്നു. ഈ ഗൂഗിൾ മീറ്റിംഗ് ഒരു ചരിത്രമായി മാറുവാൻ വേണ്ടി പോകുന്നു. ഈ ഗൂഗിൾ മീറ്റിംഗ് ഒരു ചരിത്രമായി മാറുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. ഇന്ത്യയിൽ പണ്ഡിറ്റ് രമാബായി എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യയെ, പണ്ഡിറ്റ് രമാബായി എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യയെ, ഒരു സ്ത്രീയെ, ഒരു സഹോദരിയെ ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണർവിന്റെ വക്താവാക്കി തീർത്തതുപോലെ ആത്മാവ് ശ്രീകൃഷ്ണനോട് പ്രവചിച്ചു പറയുന്നു, ഈ കാലഘട്ടത്തിലെ ആത്മീയ ഉണർവിന് വേണ്ടി പരിശുദ്ധ ആത്മാവ് പ്രിയ കൃഷ്ണനെ കണ്ടിരിക്കുകയാണ്. ചില എതിർപ്പുകളുടെ മുമ്പാകെ, ചില മനസ്സ് മടിപ്പിക്കുന്ന ചില സ്വന്തം വാക്കുകളുടെ മുമ്പാകെ തളർന്നു പോകാതെ ഈ മീറ്റിങ്ങിന് വേണ്ടി കരം കൊടുത്തത് മുഖാന്തരം പരിശുദ്ധ ആത്മാവ് പ്രിയ കൃഷ്ണന്റെ സ്ഥിതികളെ മാറ്റുമെന്ന് ആത്മാവ് പ്രവചിച്ചു പറയുന്നു. ദൈവത്തിന്റെ പുസ്തകത്തിൽ സ്തോത്രം
നിന്റെ പേര് ഉള്ളതുപോലെ, പ്രിയ സിസ്റ്ററിന്റെ പേര് ഉള്ളതുപോലെ ഒരു ദൈവ പ്രവർത്തിക്കകത്തും, ഈ കാലഘട്ടത്തിലെ ഒരു ദൈവ പ്രവർത്തിക്കകത്തും പ്രിയ സിസ്റ്ററിന്റെ പേര് പരിശുദ്ധയാത്മാവ് എഴുതി ചേർക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ബോബത്തിന്റെ വയലിൽ സ്തോത്രം, ഹല്ലേലൂയ, കാലം വെറുക്കുവാൻ വന്ന രൂത്തിനെ ആ വയലിന്റെ ഉടമസ്ഥാവകാശം കൊടുത്തതുപോലെ ചില ഉടമസ്ഥാവകാശങ്ങൾ ഈ ദിവസങ്ങളിൽ കയ്യിൽ വാങ്ങുമെന്ന് ആത്മാവ് പ്രവചിച്ചു പറയുന്നു. ചില ഉടമസ്ഥാവകാശങ്ങൾ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നൽകുമെന്ന് ശക്തമായി ഇടപെടുന്നു. എന്നും കാലമിറക്കി ജീവിക്കുവാനല്ല, സ്തോത്രം, ഹല്ലേലൂയ. ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്തതൊക്കെയും ആ ദൈവം അറിയുന്നു. അവന് വേണ്ടി പ്രയത്നിച്ചത് കർത്താവ് അറിയുന്നു. അവന്റെ നാമമുഖാന്തരം നമ്മൾ സഹിച്ച് നിന്ന പ്രാർത്ഥനക്കാരെത്തി, പ്രാർത്ഥിക്കുന്നവൾ, നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി, സ്തോത്രം എന്നൊക്കെ കുത്തുവാക്കുകൾ കേട്ടവർ ഇതിനകത്തുണ്ട്. സ്തോത്രം, കർത്തവേദ പുസ്തകം എടുത്തിട്ട് വേറെ പണിയൊന്നുമില്ലേ എന്ന് അത് കേട്ടവർ ഇതിനകത്തുണ്ട്. പരിശുദ്ധയാത്മാവ് ചുമ്മാതൊന്നും പറയത്തില്ല. പക്ഷെ ആത്മാവ് നിങ്ങളെ ഉറപ്പിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വത്തെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധയാത്മാവ് വെളിപ്പെടുത്തുക തന്നെ. വള്ളവും വലയും വിട്ടതൊന്നും നഷ്ടമല്ല പത്രോസേ, സ്തോത്രം, നഷ്ടക്കച്ചവടമല്ല. വള്ളവും വലയും പത്രോസ് വിട്ടതൊന്നും നഷ്ടമല്ല. ഹല്ലേലൂയ, സ്തോത്രം. മാർക്കോസിന്റെ മാളിക റൂമിൽ പ്രാർത്ഥിച്ച അഭിഷേകത്തിൽ നിറഞ്ഞ്, സ്തോത്രം, പെന്തക്കോസിന്റെ കന്നിപ്രസംഗം, പെന്തക്കോസിന്റെ ആദ്യത്തെ പ്രസംഗം നടത്തുവാൻ ദൈവം പത്രോസിനെ അഭിഷേകം ചെയ്ത് മുൻനിരയിൽ നിർത്തിയതുപോലെ ആത്മാവ് ഇടപെടുകയാണ്. കർത്താവിന് വേണ്ടി വള്ളവും വലയൊക്കെ വിട്ട് ഇറങ്ങിത്തിരിച്ചത് ഒന്നും വൃഥാവല്ല. ദൈവം നിന്നെ മുൻനിരയിൽ കൊണ്ടു നിർത്തും. ദൈവം നിന്നെ മുൻനിരയിൽ കൊണ്ടു നിർത്തും. ഇടപെടുന്നു. ഇന്നലകളിൽ നീ പുറകിൽ നിന്ന് ശുശ്രൂഷിച്ചെങ്കിൽ ആത്മാവ് ഇടപെടുന്നു. മുൻനിരയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഓടി കയറ്റിക്കുമാറാക്കും. വചനത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പിക്കുന്ന സ്തോത്രം. ആഹാബിന്റെ രഥത്തിനോട് കൂടെ നടക്കുവാനല്ല ഏലിയാവിനെ വിളിച്ചു. സ്തോത്രം, ആഹാബിന്റെ രഥത്തിന്റെ മുന്നമേ ഓടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഹാബിന്റെ രഥത്തിനോട് കൂടെ നടക്കുന്നവരുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ശുശ്രൂഷയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. അതൊക്കെ നല്ലതാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ശുശ്രൂഷിക്കാം. ശുശ്രൂഷകന്മാരുണ്ട്, അവർക്ക് ചേർന്ന് നിൽക്കുന്നത് നല്ലതാണ്. ഓക്കെ, സ്തോത്രം, അനുഗ്രഹമാണ്. അത് ദൈവിക നന്മയാണ്. സ്തോത്രം. നമുക്ക് മുന്നേ ശുശ്രൂഷിച്ച ശുശ്രൂഷകന്മാർ നെറ്റിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ, നല്ലതാണ്. പക്ഷേ അവരെ മുന്നമേ ഓടുന്ന ഒരു ദൈവനിയോഗം നിന്റെ മേൽ കിടക്കുന്നു എങ്കിൽ അത് ആരെ കിടക്കും? സ്തോത്രം. രഥത്തിന്റെ മുന്നമേ ഓടുവാൻ വേണ്ടിയാണ്. അല്ല, കൂടെ ഓടുവാൻ ഇഷ്ടം പോലെ പേരെ കിട്ടും. പക്ഷേ മുന്നമേ ഓടുന്ന ഒരു അഭിഷേകം, ഒരു സൂപ്പർ നാച്ചുറൽ സ്ഥലം പരിശുദ്ധയാത്മാവ് നിനക്ക് വേണ്ടി തുറക്കുകയാണ്. ഒരു സൂപ്പർ നാച്ചുറൽ ഫുഡ് ഏലിയാവിനെ കൊടുത്ത് അത് തിന്ന് ബലപ്പെട്ട് 40 രാവ് 40 പകലും സഞ്ചരിച്ചതുപോലെ ഒരു സൂപ്പർ നാച്ചുറൽ ഫുഡ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധയാത്മാവ് നിന്റെ ആത്മാവിന്റെ അകത്ത് പരിശുദ്ധയാത്മാവ് കൈമാറും. ആത്മാവിൽ തിരിച്ചറിയുകയാണ്. ദൂതൻ തട്ടി ഉണർത്തിയതുപോലെ, സ്തോത്രം, പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് തട്ടി ഉണർത്തിയതുപോലെ, സ്തോത്രം, ഹല്ലേലൂയ. അര കെട്ടുക, ചെരുപ്പിടുക. നിനക്കൊരു ദൂരയാത്രയുണ്ട്. നിനക്കൊരു ദൂരയാത്രയുണ്ട്. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിനക്കൊരു ദൂരയാത്രയുണ്ട്. ഇടപെടുന്ന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു ദൂരയാത്രകൾ പരിശുദ്ധയാത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കും, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. സ്തോത്രം, ഹല്ലേലൂയ. അരകെട്ടുക, ചെരുപ്പിടുക, ഒരു ദൂരയാത്രയുണ്ട്. നമ്മൾ വായിച്ച ആത്മാവ് നമ്മെ ബലപ്പെടുത്തിയത്, സ്തോത്രം, നിനക്ക് സഹിഷ്ണുതയുള്ളത്. ഈ സഹിഷ്ണുത നൽകുന്നത് പരിശുദ്ധയാത്മാവാണ്. ഈ പരിശുദ്ധയാത്മാവ് ഒരുവനിൽ ഉണ്ടെങ്കിൽ മാത്രമേ സഹിഷ്ണുത ഉള്ളതാകൂ. ഹല്ലേലൂയ. നമുക്കറിയാം, സങ്കീർത്തന പുസ്തകം 23 പ്രകാരം പറയും, അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഒരു ഉദാഹരണം പറയട്ടെ. ഒരു മനോഹരമായ ബെൻസ് കാർ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള
റേഡിയേറ്റർ തണുപ്പിക്കുന്നത്, റേഡിയേറ്റർ എന്ന് പറയുന്ന സംഭവം, അതിനെ തണുപ്പിക്കുന്ന വെള്ളമാണ്. അതിനെ വെള്ളം ഒഴിച്ച് തണുപ്പിച്ചില്ലെങ്കിൽ റേഡിയേറ്റർ പൊട്ടിപ്പോകും. പിന്നെ വാഹനത്തിന് അത് എത്ര നല്ല ബോഡി എന്ന് പറഞ്ഞാലും പിന്നെ ഫ്രണ്ടിലോട്ട് പോകത്തില്ല. പിന്നെ അതിനെ നന്നാക്കിയാലേ അത് മുന്നോട്ട് പോകത്തുള്ളൂ. അതേപോലെയാണ് നമ്മുടെ പ്രാണൻ. സ്തോത്രം. വചനപ്രകാരം രക്തത്തിലല്ലോ പ്രാണൻ അടങ്ങിയിരിക്കുന്നത്. ഈ രക്തം തിളയ്ക്കുമ്പോഴാണ് മനുഷ്യനല്ലാതായി തീരുന്നത്. ഈ രക്തം തിളയ്ക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകും, ദേഷ്യമുണ്ടാകും, ചിലർ പാത്രങ്ങളൊക്കെ വലിച്ചെറിയും, ചിലർ അടിക്കും. ഇതൊക്കെ ലോക മനുഷ്യനെ നമുക്ക് ഉണ്ടാക്കുന്നു. ടെൻഷൻ മുഖാന്തരം നമുക്കറിയാം, കൊലപാതകം ചെയ്യുന്നവരുടെ പെട്ടെന്നുള്ള ടെൻഷനിൽ അവരുടെ രക്തം തിളയ്ക്കുമ്പോഴാണ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. പക്ഷെ ദൈവമക്കൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ അങ്ങനെ വന്നേക്കാമായിരുന്നു. പക്ഷേ ആ രക്തത്തെ തണുപ്പിക്കുന്ന പരിശുദ്ധയാത്മാവിനെ അവൻ തെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്തോത്രം. അതിൽ പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പ്രതികൂലങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. സ്തോത്രം. അവന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. നമുക്ക് നേരിട്ട പ്രശ്നങ്ങൾ ഒരു ലോക മനുഷ്യനെ നേരിട്ട് കഴിഞ്ഞാൽ പറയട്ടെ, കർത്താവിനെ സ്തോത്രം. ഹാലിൽ ഞാനായിരുന്ന പാരമ്പര്യ ചർച്ചിൽ നിന്ന്, CSA ചർച്ചിൽ നിന്ന് കർത്താവിനെ 21ാമത്തെ വയസ്സിൽ കർത്താവിനെ അറിഞ്ഞ് ആ ചർച്ച് വിട്ടിറങ്ങി. സ്തോത്രം. ഒരു ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുത്തു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. മുൻപോട്ട് പോകുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു ആക്സിഡന്റ്, ഒരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചു. ഞാൻ പുറകിൽ നിന്ന് സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. ബൈക്ക് ഓടിച്ച ആള് ആ ക്ഷണത്തിൽ തന്നെ മരിച്ചുപോയി. എന്റെ ഇടത് കാലിൽ 2 പൊട്ടലുണ്ടായിരുന്നു. ഏകദേശം 2 വർഷക്കാലം ഞാൻ ഭവനത്തിലായിരുന്നു, കിടപ്പ് ഭവനത്തിലായിരുന്നു. ചില പാരമ്പര്യ ചർച്ചക്കാർ ഇപ്രകാരം പറഞ്ഞു, സഭ വിട്ടത് കൊണ്ട്, നീ CS ചർച്ച വിട്ടത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ സംഭവിച്ചത്. ചിലർ പറഞ്ഞു, സ്തോത്രം, നീ സ്നാനപ്പെട്ടത് കൊണ്ടാണ് നിനക്ക് സംഭവിച്ചത്. പിന്നെ ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞ് എന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചപ്പോൾ പരിശുദ്ധയാത്മാവ് റോമർക്ക് ലേഖനം 8ാം അധ്യായത്തിലൂടെ എന്നോട് സംസാരിച്ചു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്റെ പപ്പയുടെ സ്നേഹിതൻ വന്ന് പറഞ്ഞു, ഇനി നിന്റെ മോനെ കൊണ്ട് ഒരു കാര്യത്തിന് പറ്റത്തില്ല. അവൻ എന്തെങ്കിലും ഒരു കടയോ, മുറുക്കാൻ കടയോ, വെട്ടിക്കടയോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കർത്താവ് ഓരോ ദിവസം ഡോക്ടർമാർ, ഒത്തിരി പറയാനുണ്ട്, ഡോക്ടർമാർ പറയുന്ന കാലയളവിന് മുന്നമേ തന്നെ കർത്താവിനെ നടക്കുമാറാക്കി. സ്തോത്രം. ഞാൻ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ തുടങ്ങി. ഞാൻ നടക്കും, ഞാൻ ഓടും, ഞാൻ ബൈക്ക് യാത്ര ഓടിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ അങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ദർശനം കാണിച്ചു. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഒരു കോണറിൽ, ഒരു അറ്റത്ത് ഞാൻ ഒരു ഫുട്ബോളുമായി നിൽക്കുന്ന ഒരു കാഴ്ച. ഞാൻ വിചാരിച്ചു സാധാ കണ്ട ഒരു കാഴ്ചയായിരിക്കും. ആ സ്വപ്നം ഞാൻ കണ്ടു മറന്നുപോയി. അത് കണ്ട് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ സ്വപ്നം തന്നെ എന്റെ ഹൃദയത്തിനകത്ത് ആവർത്തിച്ച് എന്നോട് സംസാരിക്കുമ്പോൾ, അപ്പോൾ ഞാൻ ഉടനായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കാലിൽ ഗ്ലാസ്സിലിട്ട് കിടക്കുകയാണ്. ഒന്നിടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് ചെയ്യാൻ പറ്റാതെ ശബ്ദ ശവമായി അങ്ങ് കിടക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടത്, ഇന്നേ വരെ ഫുട്ബോൾ രംഗത്ത് ഒരു അംഗവൈകല്യം കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ലോകം അങ്ങനെയുള്ള ഫുട്ബോൾ മത്സരങ്ങളിൽ ഒരു മുടന്തനോ ഒരു കാലില്ലാത്തവനെ കളിച്ചിട്ടില്ല. അതേപോലെ നിന്റെ കാലുകളെ ദൈവം നിന്നെ ബലപ്പെടുത്തും. നിന്റെ കാലുകളെ അതേപോലെ ശക്തി നൽകും. നിന്റെ കാലുകൾക്ക് അതേപോലെ ഉറപ്പ് നൽകും. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കാലുകൾക്ക് ഒരു മുടന്തലോ ഒരു ചെറിയ ഒട്ടുമില്ലാതെ നടന്ന തന്നെ കർത്താവിന് അത്ഭുതകരമായി ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. ഞാനിത് പറയുന്നത് ഇതേപോലെ ഒരു ജൂലൈ മാസത്തിനാണ് എനിക്ക് സംഭവിച്ചത്. എനിക്കിന്ന് സന്തോഷമുണ്ട്. ജൂലൈ മാസത്തിൽ ഈ സാക്ഷ്യം ഈ ഗൂഗിൾ മീറ്റിംഗിലൂടെ പറയുവാൻ ആത്മാവ് എനിക്ക് നൽകിയ അവസരത്തിനാണ് നന്ദി പറയുന്നു. നമ്മുടെ ടൈം ടേബിൾ കർത്താവിന്റെ കരത്തിലാണ്, നമ്മുടെ കാലഗതികൾ കർത്താവിന്റെ കരത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ ടൈം ടേബിൾ പ്രകാരമേ നമ്മുടെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കത്തുള്ളൂ. നമ്മുടെ തലയിൽ നിന്ന് ഒരു രോമം നിലത്ത് വീണമെങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ അത് നിലത്ത് വീഴത്തില്ല എന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉറപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞതിന്റെ ആശയം, ദൈവനാമ മുഖാന്തരം നമ്മൾ സഹിച്ചതൊക്കെ അവൻ ഓർക്കുന്നു. അതിന് അവൻ പ്രതിഫലം തരും, നിശ്ചയമായി പ്രതിഫലം തരും. കർത്താവിന് വേണ്ടി സഹിച്ചത്, സഹിച്ചത് നമുക്കുണ്ടായിരുന്ന അപ്പോസ്തലന്മാർ സഹിച്ച ഹല്ലേലൂയ സ്തോത്രം പട്ടിണി,
പലവട്ടം ഉറക്കം, പൈതാകം എന്നൊക്കെ നഗ്നത, സ്തോത്രം, ഇതൊക്കെ ഇത്യാദി കാര്യങ്ങൾ പൗലോസ് സംഭവിച്ചപ്പോഴാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ഓരോ സെക്കൻഡും അവനോട് പറ്റിച്ചേർന്നിരിക്കുക. ഈ ഒടുവിലത്തെ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധയാത്മാവിനോട് ചോദിക്കർത്താവേ, എവിടെയെങ്കിലും അങ്ങേ കണ്ടുമുട്ടിയ ആ നാളിൽ ഉണ്ടായിരുന്ന സ്നേഹത്തിൽ എവിടെയെങ്കിലും അപ്പ കുറവുകൾ സംഭവിച്ചു എന്നോട് ക്ഷമിക്കണം. ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവം ചെയ്ത് എല്ലാവരും പ്രാർത്ഥിക്കാണ്. ദൈവത്തിന് വേണ്ടി പ്രയത്നിച്ചതൊക്കെ ദൈവം അറിയും. സ്തോത്രം. എല്ലാവരും മ്യൂട്ട് മാറ്റിയിട്ട് ഒന്ന് സ്തോത്രം ചെയ്യും. എല്ലാവരും മ്യൂട്ട് മാറ്റിയിട്ട് ഒന്ന് സ്തോത്രം ചെയ്യും. നടക്കട്ടെ കർത്താവ്. ഇപ്പോൾ ഈ ആത്മപകർച്ചകർത്താവ് ജനങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ കർത്താവിന്റെ സ്തോത്രം. ഒരു കർത്താവിന്റെ സേനയായി ഇവർ എഴുന്നേൽക്കട്ടെ കർത്താവ്. അഭിഷേകത്തോടെ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ പ്രിയപ്പെട്ടവർ നിലനിൽക്കട്ടെ. അഭിഷേകത്തോടെ പ്രിയപ്പെട്ടവർ ഓടട്ടെ. അഭിഷേകത്തോടെ പ്രിയപ്പെട്ടവർ പ്രേക്ഷിക്കട്ടെ. കർത്താവ് ഇത്രത്തോളം ശുശ്രൂഷിപ്പാൻ ബലം നൽകിയ സകല മാനവ മഹത്വം പുകഴ്ത്തി അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു സോ മച്ച് പാസ്റ്റർ. ചില വ്യക്തികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ പാസ്റ്റർ? ഒരു ട്രീസ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡിവൈസ് ഉണ്ട്, ട്രീസ കൊറിയ എന്ന് പറഞ്ഞാൽ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു കോർട്ട് കേസ് ഉണ്ട്, ഹെൽത്ത് പ്രശ്നമുണ്ട്, പിന്നെ അവരൊരു ഫ്ലാറ്റ് റെൻറ്റിന് കൊടുത്ത് അതിപ്പോൾ അവർ മാറുന്നില്ല, ഷോപ്പുണ്ട്, അവർ ഒത്തിരി ഫൈനാൻഷ്യലി പ്രശ്നങ്ങളിൽ ഇരിക്കുക. പാസ്റ്റർ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കണേ പാസ്റ്റർ. ഈ പറയപ്പെട്ട വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൊസിഷൻ ചേഞ്ച് ആകുന്നു എന്ന് ആത്മാവ് ഇടപെട്ടുവല്ല കർത്താവ്. ആ ഫ്ലാറ്റിൽ കർത്താവിൽ സ്വന്തം അതവർക്ക് അനുകൂലമായി പ്രവർത്തിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആരോഗ്യപരമായ ദൈവിക നന്മ വെളിപ്പെടേണ്ട കർത്താവ് യേശുവിന്റെ നാമത്തിൽ. അതിവേഗം സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം കർത്താവെ പ്രിയ സിസ്റ്ററിന്റെ മേൽ വെളിപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൂതന്മാരെ ഞങ്ങൾ അവിടെ കൽപ്പിച്ച് അയക്കുകയാണ് കർത്താവെ. പ്രിയ സിസ്റ്ററിനെ സൂക്ഷിക്കുവാൻ മുന്നും പിന്നും ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതങ്ങനെ സംഭവിക്കും, വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഈ പറയപ്പെട്ട വിഷയങ്ങളിൽ ഭയങ്കരമായ ദൈവിക വിടുതൽ സംഭവിക്കുമെന്ന് ആത്മാവ് ഇടപെടുന്നു. നാമത്തിൽ തന്നെ പാസ്റ്ററെ, എനിക്ക് ഇവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ 2 പ്രാവശ്യമായിട്ട് ആൾക്കാർ വന്ന് 2 പ്രാവശ്യം ആൾക്കാർക്ക് കടയിൽ നിൽക്കാനും പറ്റുന്നില്ല, അവർക്ക് നടത്താനും പറ്റുന്നില്ല. 35 വർഷമുള്ള കടയാണ്, അത് ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ല. അവർ പറഞ്ഞ് ഞങ്ങൾ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര കലഹങ്ങളും ശരീരത്തിന് സുഖമില്ല, ആരോ ഒക്കെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കട ഒരിക്കലും അങ്ങനെ കാലിയായി കിടക്കുക.
അതൊന്നും ശക്തമായിട്ട് പ്രാർത്ഥനയിൽ വെക്കണം പാസ്റ്റർ. ബിക്കോസ് എൻ്റെ ഇൻകം എല്ലാം ബ്ലോക്കായി കിടക്കുക. എനിക്ക് എല്ലാം ഫൈനാൻഷ്യലി ഞാൻ ഭയങ്കര പ്രശ്നത്തിൽ കിടക്കുക. ഇപ്പം പ്രാർത്ഥനയിലോട്ട് ഞാൻ കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ അറ്റാക്കുകൾ കുറെ വന്നിട്ട് ഇപ്പൊ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഹിന്ദു സിസ്റ്റർ ഞാൻ എല്ലാം പറഞ്ഞേപ്പിച്ച് ഹിന്ദു സിസ്റ്റർ എനിക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുക ഇപ്പൊ. ഓക്കെ ഓക്കെ, അതാ പറഞ്ഞ പൊസിഷൻ ചേഞ്ച് ആകും, ചില ദൈവിക ചേഞ്ചുകൾ വെളിപ്പെടും എല്ലാ മേഖലയിലും. ഈ മീറ്റിംഗ് പങ്കെടുത്ത എല്ലാവർക്കും ദൈവം നൽകിയ ദൂതാണ്. സ്തോത്രം. എല്ലാ ഏരിയയിലും ദൈവിക ചേഞ്ച് വെളിപ്പെടാം. ഓക്കെ ഫസ്റ്റ് നമ്മുടെ എലിസബത്ത് സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കണേ. സിസ്റ്ററുടെ കുടുംബത്തെയും വഹിച്ചുകൊണ്ട് ഹസ്ബൻഡും ഉണ്ട്, അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിച്ചൊരു ദൂത് പറയണേ ഫസ്റ്റ്. പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രിയ പിതാവ്, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ സ്തോത്രം ചെയ്യും. കർത്താവെ, പ്രിയ ആജിയെയും അങ്കിളിനെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവിന് വേണ്ടി കർത്താവിൽ അധികം പ്രയത്നിച്ചവരാണ്. കർത്താവിന് വേണ്ടി കർത്താവ് നിന്ദകളും പരിഹാസങ്ങളും ഏറ്റ മേഖലയുണ്ടല്ലോ കർത്താവ്. അവിടെയൊക്കെ ഇന്നയോളം ദൈവം അത്ഭുതകരമായി നടത്തിയത് ദൈവം നിർത്തിയല്ലോ കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ആ അങ്കിളിനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ പ്രവർത്തികൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഞാൻ പ്രവർത്തിക്കും ആർക്കടുക്കും, ഞാൻ പ്രവർത്തിക്കും ആർക്കടുക്കും. സ്തോത്രം. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരും. സ്തോത്രം. ഒരു പ്രതികൂലം കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ആത്മാവ് ഏതൊക്കെയോ മേഖലകളിൽ നിങ്ങൾക്ക് വേണ്ടി പുതുവഴികളെ ആത്മാവ് ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി പോകും. ചില പിന്തുടർച്ചകൾ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കുമ്പോൾ സ്തോത്രം എവിടെയൊക്കെ സ്റ്റെപ്പുകൾ താഴെ പോകുന്ന അവസ്ഥകളെ ആത്മാവ് ചേഞ്ച് ആക്കിയിട്ട് സ്തോത്രം ഒരു 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 മുന്നേറ്റം ദൈവത്തിന്റെ ആത്മാവിനൊക്കെ ഒരു മുന്നേറ്റം എഴുതി കാണിക്കുന്നു. മുൻപോട്ട് ആത്മാവിനെ മുൻപോട്ട് സ്തോത്രം, മുൻപോട്ട് ഒരു മുന്നേറ്റം സ്തോത്രം. അത് എങ്ങനെയാണ് ആത്മാവ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല സ്തോത്രം. ആത്മാവ് പറയുന്നു മുൻപോട്ട് ഒരു മുന്നേറ്റം പരിശുദ്ധ ആത്മാവ് നൽകുന്നു എന്ന് ആത്മാവ് ഇടപെടുന്നു. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഭിഷേകത്തിന്റെ ശക്തിയാൽ കർത്താവേ മുഖങ്ങളെ ഞങ്ങൾ ഒടിക്കുകയാണ്, മുഖങ്ങളെ ഞങ്ങൾ ഒടിക്കുകയാണ്. അഭിഷേകത്തിന്റെ ബുദ്ധിയാൽ മുഖങ്ങളെ ഞങ്ങൾ ഒടിക്കുകയാണ് കർത്താവ്. സ്തോത്രം ചെയ്യുന്നു. പ്രിയ ആദ്യങ്ങളെ ഞങ്ങൾ ബ്ലെസ് ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ലിജു സാം ഡിവൈസിലെ സിസ്റ്ററിനെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ ഫസ്റ്റ്. ലിജു സാം. സ്തോത്രം കർത്താവേ സ്തോത്രം. അപ്പ ലിജു സാമെന്ന് പറയുന്ന കർത്താവെ ദൈവം അവിടുന്ന് മനസ്സരിയണമെന്ന് കർത്താവ് സ്തോത്രം. മച്ചി എന്ന് പറഞ്ഞവർക്ക് 6 മാസം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അപ്പൊ ചില പ്രാർത്ഥിക്കുന്ന ആ ചില വിഷയങ്ങളുണ്ടല്ലോ കർത്താവ് സ്തോത്രം. നടക്കത്തില്ല, ഇനി ഒന്നും സംഭവിക്കത്തില്ല എന്ന് കർത്താവ് പറഞ്ഞത് ചിന്തിച്ചതുമായ മേഖലയുണ്ടല്ലോ കർത്താവ് സ്തോത്രം. എലിസബത്ത് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൂതൻ ഇറങ്ങി വന്നതുപോലെ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവത്തിന്റെ ദൂതൻ ഈ ദിവസം ഇറങ്ങുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ക്രമപ്രകാരം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. സഖരിയാവിന് നറുക്കി വീണതുപോലെ ഒരു നറുക്കി വീണ ദൈവത്താൽ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ദൈവിക വെളിപ്പാട് പ്രാപിക്കുവാൻ, ഒരു ദൈവിക അധികാരത്തിലേക്ക് കയറുവാൻ സ്തോത്രം, ഒരു ദൈവിക ഉയർച്ചയിലേക്ക് കയറുവാൻ ഒരു മറക്ക് പരിശുദ്ധ ആത്മാവ് ഈ ദിവസത്തെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യും. ഇറങ്ങി പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഞാൻ വന്നിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിക്കായി ഞാൻ വന്നിരിക്കുന്നു സ്തോത്രം. ചില മറുപടികൾ ഈ ആത്മാവ് നൽകും. സബലവും വിശാലമായ വാതിൽ ദൈവത്തിന്റെ ആത്മാവ് തുറക്കും.
സകലവും വിശാലമായ വാതിൽ ദൈവത്തിന്റെ ആത്മാവ് തുറക്കുന്നു. എതിരാളികൾ പലതും ഉണ്ടെങ്കിലും പെന്തക്കോസ്ത് നാൾ വരെ ഞാൻ അവിടെ പാർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് എതിരാളികളുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കത്തക്ക നിലവാരത്തിൽ ഒരു ദൈവിക അഭിഷേകത്തെ സ്വർഗ്ഗം കൈമാറുന്നു. നിങ്ങൾ ബ്ലസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. പാസ്റ്റർ ഷീബ സിസ്റ്ററും കൂടി. ഷീബ സിസ്റ്റർ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. 8 വർഷമായി ഒരു വയറുവേദന വന്നിട്ട് ഇതുവരെ അത് മാറുന്നില്ല. മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. അങ്ങയുടെ വാക്കിനാൽ സകലത നേരെയാണ്. കർത്താവ് അധികാരത്തിന്റെ വാക്ക് സ്തോത്രം വെളിപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രപഞ്ചത്തെ ഒറ്റ വാക്കിനാലാണ് നിർമ്മിച്ചത്. ഈ പ്രപഞ്ചത്തെ ഒറ്റ വാക്കിനാലാണ് സൃഷ്ടിച്ചത് കർത്താവ്. ആ വാക്കിന്റെ അധികാരം വയറു സംബന്ധമായ അസ്വസ്ഥതകൾ ആ മകൻ വിട്ടുപോകട്ടെ. ഇപ്പോൾ മുതൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യം വെളിപ്പെടട്ടെ, ആരോഗ്യം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ സമാധാനം വെളിപ്പെടട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ, ഒരു അത്ഭുതം സംഭവിക്കട്ടെ. അങ്ങനെ മക്കളെ ഒരുമിച്ച് അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടി വരുന്നുവോ അവരുടെ നടുവിലുണ്ട്. രണ്ടുപേരെ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ഞങ്ങൾ ആ മകൻ ഹീലാകട്ടെ, ആ മകൻ സൗഖ്യമാകട്ടെ, ആ മകൻ വിടുതൽ അനുഭവിക്കട്ടെ. ഓക്കെ, നമുക്കപ്പം ആശീർവാദം പറയാം. ശോഭരാജ് പാസ്റ്റർ ആശീർവാദം പറയാമോ? ധനീഷ് പാസ്റ്റർ, താങ്ക് യു സോ മച്ച്. വണ്ടർഫുൾ മിനിസ്ട്രി ആയിരുന്നു. ഗോഡ് ബ്ലെസ് യു. ശോഭരാജ് പാസ്റ്ററിന് ഒത്തിരി താങ്ക്സ്. പാസ്റ്റർ ആശീർവാദം പറഞ്ഞോളൂ. കർത്താവെ, പ്രാർത്ഥിച്ചു തുടങ്ങിയ സമയം മുതൽ ഇതുവരെ കർത്താവിന്റെ സാന്നിധ്യം കൂടിയതിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. മഹത്വം മുഴുവനും അങ്ങയ്ക്ക്. ശുശ്രൂഷ ദൈവദാസനെ അനുഗ്രഹിച്ചു. ടീമിലെ എല്ലാ അംഗങ്ങളും മെമ്പേഴ്സ് ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വചനം ഞങ്ങളുടെ മേൽ 100 മേനി വിളയട്ടെ. അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗ് കണ്ട് ചെയ്യുന്ന ആദ്യം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. കൃപയ്ക്കുള്ള ദൈവം മറക്കണം. സകല മഹത്വം അങ്ങയ്ക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആശീർവാദം പിതാവായ ദൈവം